guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലമിന്റെ സ്കിൻ കെയർ ആണ്. നമ്മൾ കുറേ ദിവസമായി മാസങ്ങളായി ഞാൻ പ്ലമിന്റെ സ്കിൻ കെയർ വാങ്ങി വെച്ചിട്ട് ഇതാ റിവ്യൂ പറയാം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 4-5 മാസം കഴിഞ്ഞു. ഓൾമോസ്റ്റ് 3 months ആയിട്ട് ഞാൻ പ്ലമിന്റെ സ്കിൻ കെയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക പ്രോഡക്റ്റുകളും കഴിയാറായി. ഇനിയും റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാനോ ഒന്നും പറ്റില്ല. ഞാൻ ചില സമയത്ത് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വെറുതെ നിറച്ച് വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ കളയും. അപ്പം ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഇത് റിവ്യൂവിന് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്നോ അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണോ എന്നുള്ളത് ചില സമയത്ത് ഓർമ്മ പോയില്ലെങ്കിൽ ഞാൻ അറിയാതെ കളഞ്ഞു പോകും. അപ്പോൾ ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ കിട്ടില്ല. ഞാൻ വിചാരിച്ചു വേഗം സാധനങ്ങൾ കഴിയണതിന് മുന്നേ നിങ്ങൾക്ക് റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 3 months ആയിട്ട് ഞാൻ പ്ലമിൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. കുറച്ചധികം പ്രോഡക്റ്റുകളുണ്ട്, കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് റാൻഡംലി ആണ്, കാരണം കുറേ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ റാൻഡംലി പിക്ക് ചെയ്യാണ്. കയ്യിൽ കിട്ടുന്നത് ഞാൻ പറയാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫേസ് വാഷ് ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് പ്ലമിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് വാഷ്. ഞാൻ ഇത് കുറച്ച് അധികമുണ്ട്. ഞാൻ പ്രൈസ് ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, ഇതിൽ ഗ്രീൻ ടീ ആണ് മെയിൻ. അവരുടെ ഗ്രീൻ ടീ റേഞ്ച് തന്നെയുണ്ട്. അവരുടെ ഗ്രീൻ ടീ റേഞ്ചിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അവിടെ മോയ്സ്ചറൈസർ ഉണ്ട്, ടോണർ ഞാൻ വേറെ ഗ്രീൻ ടീ റേഞ്ച് അല്ലാതെയാണ് ഞാൻ വാങ്ങി നോക്കിയത്. പക്ഷേ ടോണർ, മോയ്സ്ചറൈസർ, ഫേസ് വാഷുള്ള ഒരു ഫുൾ റേഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ടീ റേഞ്ച് തന്നെ അവരുടെ ഹിറ്റായിരുന്നു. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ടോണറോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറാണ് ടോണർ. ഫേസ് വാഷ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഫേസ് വാഷും മോയ്സ്ചറൈസറും ആണ്. പ്ലം ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് വാഷ് 50 ml ആണ് പ്രൊഡക്റ്റ്. ഗ്രീൻ ടീ ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ദ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിന്നിനുള്ളൊരു ഫേസ് വാഷാണ്. എനിക്ക് ഈ ഒരു ഫേസ് വാഷ് അങ്ങനെ ബെസ്റ്റ് ഫേസ് വാഷ് എന്നുള്ളൊരു അഭിപ്രായമില്ല. ഓക്കെ ഫേസ് വാഷ് എന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഹിമാലയ നീം ഫേസ് വാഷ് ഒക്കെ അതുമാതിരിയുള്ളൊരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നൈക്കഡ ഫേസ് വാഷ് മാതിരിയുള്ളൊരു ഫേസ് വാഷ്. മുഖം ക്ലീൻ ആവുന്നുണ്ട്. അങ്ങനെ സ്ട്രിപ്പി ക്ലീൻ ഒന്നുമല്ല, നമുക്ക് ഭയങ്കര ഡ്രൈ ക്ലീനിങ് ഒന്നുമല്ല. അത്യാവശ്യം നമ്മുടെ ഓയിൽ നിലനിർത്തിയിട്ട് ക്ലീൻ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതൊരു ബെസ്റ്റ് ഫേസ് വാഷ് എന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് ഓക്കെ. ഇനി വാങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഇതെല്ലാം മാറിയിട്ടുണ്ട് ഒരുപാട്. അപ്പം ഞാൻ ചിലപ്പോൾ വാങ്ങിയില്ല എന്ന് വരും. ബട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അടുത്തത് എൻ്റെ കയ്യിലുള്ളത് കിട്ടിയത് പ്ലമിൻ്റെ മാൻഡറിൻ ആൻഡ് വൈറ്റമിൻ C 15% സെറം. ഗ്ലോ ബൂസ്റ്റ് സെറമാണ്. ഇത് പ്രൊഡക്റ്റ് 20 ml ആണ്. 15% ആണ് ഇതിൽ കോൺസെൻട്രേഷൻ ഉള്ളത്. 15% കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറമല്ല. ബട്ട് ദിസ് ഈസ് എ ഗുഡ് സെറം. ഇത് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സെറമാണ്. ഇതും എൻ്റെ തോന്നുന്നു ഇതൊരു 2nd, 3rd പർച്ചേസ് ആണ്. കാരണം ബിഗിനർ ഫ്രണ്ട്ലി മിക്ക വൈറ്റമിൻ C സെറം വരുന്നതും ഡെർമാക്കോൻ്റെ ആണ്. ഞാൻ പിന്നെ 20% കണ്ടിരിക്കുന്നത്. മിക്കതും 10% ആണ് വരുന്നത്. ഇവരുടെ 15% ആണ്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി അല്ല. വൈറ്റമിൻ C ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിഗ്മെൻറ്റേഷൻ പോകാനും സൺ ടാൻ ഒക്കെ പോകാനും ഒക്കെ വളരെ നല്ലൊരു സെറമായിട്ട് എനിക്ക് ഇത് തോന്നി. പിന്നെ സെറം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഡാർക്ക് ബോട്ടിൽസ് ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇവരുടെ നല്ല ഡാർക്ക് ബോട്ടിലാണ്. പിന്നെ കളർ എങ്ങാനും വൈറ്റമിൻ സിയുടെ ചേഞ്ച് ആയാൽ യെല്ലോയിഷ് ആവുകയാണെങ്കിൽ കളയണം. ഓക്കെ, അതെൻ്റെ പിന്നെ അത് നശിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. സോ ഡാർക്ക് ബോട്ടിൽസിൽ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഈ ഒരു പ്ലമിൻ്റെ ഈ ഒരു വൈറ്റമിൻ C എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ പറഞ്ഞോളൂ, ഇത് ഓൾറെഡി എൻ്റെ 2ാമത്തെ പർച്ചേസാണ്. സോ ഇനി ഞാനിത് വാങ്ങും. നല്ല പ്രൊഡക്റ്റ് ആണോ ഇത്? ഓക്കെ, ഇനി വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അടുത്തത് എൻ്റെ കയ്യിലുള്ളത് ടോണറാണ്. ഇത് പ്ലമിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 3% ടോണർ ക്ലാരിറ്റി ബൂസ്റ്റ് ആണ്. ഫ്രീഗ്രൻസ് ഫ്രീ ആണ്. 150 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ഒരു ഫ്രീഗ്രൻസ് ഫ്രീ എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് സം ഫ്രീഗ്രൻസ്. നല്ല മണമുണ്ട്.
എനിക്ക് റോസ് വാട്ടർ മണം വരുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രേഗ്രൻസ് ഫ്രീ ആണോ അവർ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ടോണർ. ഇത് നല്ലൊരു ടോണറാണ്. നല്ലൊരു ടോണർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങി നോക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അവരുടെ നിയാസിൻമാഡ് റേഞ്ച് തന്നെ അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിയാസിൻമാഡ് റേഞ്ച് തന്നെ വളരെ വളരെ നല്ല ഒരു പ്രൊഡക്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, അവരുടെ എൻ്റെ ഒരു സൺസ്ക്രീൻ കൂടിയുണ്ട്, ഞാൻ പറയാം. സോ നല്ലൊരു ടോണർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഗ്രീൻ ടീ റേഞ്ചിലുള്ള ടോണർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല ടോണറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങി നോക്കാം. ഞാൻ ഇനിയും പറ്റിയാൽ നല്ലൊരു ടോണർ എൻ്റെ എല്ലാം ഇപ്പോൾ എൻ്റെ 3 ഉണ്ട്. അപ്പോൾ എല്ലാം കഴിയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, പിന്നെന്താ, ഓക്കെ, നമുക്ക് സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ നമ്മൾ എടുത്തുകൊണ്ട് സൺസ്ക്രീൻ കിട്ടി. ഇത് പ്ലമിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. നിയാസിനമൈഡ് ഇതിൽ 2% ഉണ്ട്. ഇതിൽ SPF 50 PA+++ ഉണ്ട്. ഇതിൽ 2 ഫിൽറ്റേഴ്സും ഉണ്ട്, ഫിസിക്കലും ഉണ്ട് കെമിക്കലും ഉണ്ട്. ആക്ച്വലി ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻസ് എന്ന് തന്നെ ഞാൻ പറയും. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇത് മാത്രം മതി. പിന്നെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ കെമിക്കലും ഫിസിക്കലും പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് 2 രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷനും തരണം. ഇത് 50 grams ആണ് വരുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സ്കിൻ കെയർ ഉണ്ട്, റൈസ് വാട്ടർ ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. ഓൾ ഇൻ ഓൾ ഇറ്റ്സ് ഗുഡ്. ഞാൻ ഇനിയും പർച്ചേസ് ചെയ്യും ഇത്. ഓക്കെ, ഇനി അടുത്തത്, ഇത് എനിക്ക് അധികം ഇപ്പോൾ കാണുന്നില്ല ഈ ഒരു പ്രോഡക്റ്റ്. ഇത് പ്ലമിൻ്റെ ഹലോ ജസ്റ്റ് ജെൽ 250 gram. ഇതെനിക്ക് ലുലുന്ന് കിട്ടിയതാണ്. ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്. നല്ലൊരു അലോവേര ജെല്ലാണ്. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഇത് ഞാൻ മിക്കപ്പോഴും ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വലിയൊരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളോളം നിൽക്കും, കാരണം അലോവേരയൊക്കെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഞാൻ ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങും. ഇത് ഞാൻ എടുത്തത് ലുലു എന്നാണ്, സൂപ്പർ മാർക്കറ്റിൽ. അപ്പം ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ല. ചില ആമസോണിൽ കാണാറുണ്ട്, പ്ലമിൻ്റെ സൈറ്റിൽ കാണാറില്ല, അങ്ങനെയാണ്. പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സോ മണോ ഒന്നുമില്ല ഇതിൽ. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. പിന്നെ അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് ഇത്. കുറച്ച് ചളിയുണ്ട് ഡബയിൽ. ഇത് പ്ലമിൻ്റെ ക്ലെൻസിങ് ബാം. ഇത് എൻ്റെ 4ാമത്തെ 5ാമത്തെ ബോട്ടിലാണ്. ഇറ്റ്സ് എ ഗുഡ് ക്ലെൻസിങ് ബാം. ഇപ്പോൾ ഞാൻ 4ാമത്തെ 5ാമത്തെ ബോട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇനി ഇത് പർച്ചേസ് ചെയ്യും. ഈ ഒരു റേഞ്ചും അവരുടെ അത്യാവശ്യം ഹിറ്റ് റേഞ്ചാണ്. ഇതും അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പ്ലമിൻ്റെ ഈ ലൂമിനസ് സിമ്പിൾ ക്ലെൻസിങ് ബാം. ഈ ഇലൂമിനസ് റേഞ്ചിൽ അവർക്ക് മോയ്സ്ചറൈസർ, നൈറ്റ് ക്രീം ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് എ ഗുഡ് വൺ. ഇനി വാങ്ങി നോക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ബാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ഒക്കെ കഴുകിക്കളയാനും രാവിലത്തെ സൺസ്ക്രീൻ കഴുകിക്കളയാനും ഒക്കെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ആൻഡ് ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൾസോ. 545 rupees ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് പിന്നെ വേറെ വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ചെറിയൊരു കോയിൻ സൈസ് മതി മുഖം കഴുകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഓക്കെ.